ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും. സീസൺ 6 അറിയപ്പെട്ടത് തന്നെ ജാസ്മിന്റെ പേരിലായിരുന്നു. ഷോയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതും ഇരുവരുമായിരുന്നു. ഇരുവരുടെയും ബോണ്ട് പ്രണയമാണെന്നാണ് കൂടുതലും വ്യാഖ്യാനിക്കപ്പെട്ടത്. സോഷ്യൽ മീഡിയയിലടക്കം ജാസ്മിന്റെ ഗബ്രിയോടുള്ള അടുപ്പവും വ്യക്തിജീവിതവും വലിച്ചെടുക്കപ്പെട്ടു. ക്ലാരിറ്റി ഇല്ലായ്മയാണ് തങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് തങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇരുവരും പറയാറുള്ളത്. എന്നാൽ അത്തരത്തിൽ ഒരു മറുപടി നൽകിയത് ഇരുവർക്കും നേരെ സൈബർ ബുള്ളിയിങ്ങും ഹേറ്റും വരാൻ കാരണമായിരുന്നു. ഇപ്പോഴത്തെ സീസൺ അവസാനിച്ച് 5 മാസം പിന്നിടുമ്പോൾ തങ്ങൾ തമ്മിലുള്ളത് ഏത് തരത്തിലുള്ള ബോണ്ടിംഗ് ആണെന്നതിന് കൃത്യമായി മറുപടി നൽകിയെത്തിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് ജാസ്മിനും ഗബ്രിയും എത്തിയത്. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമോ? നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ? നിങ്ങൾ തമ്മിൽ എന്താണ്? ക്ലാരിറ്റി ആയോ? എന്ന് തുടങ്ങി ഇരുവരുടെയും റിലേഷനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് സ്വാഭാവികമായും Q&Aയിൽ ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം വ്യക്തമായ രീതിയിൽ തന്നെ വീഡിയോയിൽ ഇരുവരും മറുപടി നൽകുന്നുണ്ട്. ജാസ്മിന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് ഇരുവരും വ്യക്തവും കൃത്യവുമായ മറുപടി നൽകിയത്. തങ്ങളുടേത് സ്പെഷ്യലായ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് മാത്രമാണെന്നാണ് ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. മാത്രമല്ല തങ്ങൾക്ക് ഒരിക്കലും പ്രണയിക്കാൻ കഴിയില്ലെന്നും ഇരുവരും പറയുന്നുണ്ട്. ബിഗ് ബോസിനകത്തുള്ളപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ടത് തങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നാണ്, അല്ലെങ്കിൽ തങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ക്ലാരിറ്റി എന്താണെന്നാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുമെന്ന് തങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ജാസ്മിനും ഗബ്രിയും പറയുന്നു. മറ്റൊരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അക്കാര്യം മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ബഹുമാനം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൽ നിന്നുമാണ് ഈ കാര്യം പറയുന്നത്. ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ തങ്ങൾ അടുക്കുമോ എന്ന് പോലും തോന്നിയിരുന്നില്ല എന്നും, പിന്നീട് ഓരോ ഗെയിം കഴിയും തോറും അടുപ്പം വന്നു. പിന്നെ ഷോ തങ്ങളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെന്നും ജാസ്മിനും ഗബ്രിയും പറയുന്നു. കൂടാതെ തങ്ങളുടെ ജീവിതത്തിൽ ചില കോയിൻസിഡൻസുകളുണ്ട്. തങ്ങൾ ഓഡീഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. തങ്ങൾ രണ്ടുപേരും രാത്രി ഉറങ്ങാത്തവരാണ്. കാരണം അവിടുത്തെ സാഹചര്യത്തിൽ ആദ്യമൊക്കെ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. തങ്ങളല്ല ആദ്യം ക്ലോസ് ആയത്. നോറയും രതീഷ് കുമാറും ഞങ്ങളുമാണ്. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് രാത്രികളിൽ ആദ്യമൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. പിന്നീട് അവർ പോയപ്പോൾ തങ്ങൾ മാത്രമാവുകയായിരുന്നു എന്നാണ് ജാസ്മിനും ഗബ്രിയും പറഞ്ഞത്. കൂടാതെ ഹൗസിലുള്ളവർ പുതിയ നരേറ്റീവ് കൊണ്ടുവരാൻ തുടങ്ങി. തങ്ങളെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ബോണ്ടിംഗ് ശക്തമാവുകയും ചെയ്തു. താൻ ജാസ്മിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ തനിക്ക് ഇത്രയധികം നെഗറ്റീവ് വരില്ലായിരുന്നുവെന്നും, ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ ഒരു ഇഷ്ടം ജാസ്മിനോട് തനിക്ക് തോന്നിയിരുന്നുവെന്നാണ് ഗബ്രി പറഞ്ഞത്. തങ്ങൾ തമ്മിൽ അത് സംസാരിച്ചിരുന്നു. ജാസ്മിന് ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നു. തന്നെ ജാസ്മിൻ പാമ്പർ ചെയ്തപ്പോൾ താനും അത് ഓവറാക്കിയെന്നും ഗബ്രി പറയുന്നുണ്ട്. താൻ ഹൗസിനുള്ളിൽ നിന്ന് സങ്കടപ്പെട്ടത് ഗബ്രിക്ക് മനസ്സിലാകും. മറ്റുള്ളവർക്ക് അത് സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തോന്നുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ഹൗസിൽ നിന്നും ഒരാൾ പുറത്തു പോയാൽ ആ ലോകത്തു നിന്നും ഒരാൾ മരിച്ചു പോകുന്നത് പോലെയാണ്. അതുകൊണ്ട് കൂടിയാണ് ജാസ്മിൻ തന്റെ ഫോട്ടോയോട് സംസാരിച്ചത്. പിന്നെ കയ്യിൽ പിടിച്ചതും നെറ്റിയിൽ ഉമ്മ കൊടുത്തതും ഒന്നും തന്റെ വീട്ടുകാർക്ക് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. തന്നെ അവർക്ക് അറിയാം. റിയൽ ആയി നിന്നതുകൊണ്ടാണ് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് തങ്ങൾ വഴി പിരിഞ്ഞു പോകാതിരുന്നതെന്നും ഗബ്രി കൂട്ടിച്ചേർത്തു. ഇനി പറയാൻ പോകുന്നതാണ് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ക്ലാരിറ്റി. ഞങ്ങൾ രണ്ടുപേരും 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളുകളാണ്. തങ്ങളുടേത് 2 റിലീജിയൻ ആണ്. പക്ഷെ ഇതൊന്നും കൊണ്ടല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലുള്ള ഒരു ബോണ്ടിംഗ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. പ്രണയം തങ്ങൾക്ക് 2 പേർക്കും പ്രാക്ടിക്കൽ അല്ല. തങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പോരാത്തതിന് തങ്ങൾ സെയിം ക്യാരക്ടറുമാണ്. അതിനാൽ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനാവില്ല എന്നും, തങ്ങൾക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല എന്നും, ഇപ്പോഴുള്ള സ്നേഹവും കരുതലും ഇഷ്ടമുള്ള ആളെന്ന രീതിയിലാണ് തങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യലായ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പ് ആണുള്ളത്. ബൗണ്ടറി തങ്ങൾക്ക് നന്നായി അറിയാം. അത് കടന്ന് ഒരിക്കലും പോകില്ല. നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ലെന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ജാസ്മിനും ഗബ്രിയും പറഞ്ഞത്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. എന്നാൽ ഇപ്പോഴും ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം അതുപോലെ തന്നെ തുടരുകയാണ്. നിരവധി വിമർശനങ്ങൾ വന്നപ്പോഴും ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഗബ്രി ജാസ്മിനെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞവർക്കും ഒരു മറുപടിയാണ് ഇരുവരുടെയും ഇപ്പോഴും തുടരുന്ന സൗഹൃദം. ബിഗ് ബോസിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ അധിക്ഷേപങ്ങൾ തുടർന്നതോടെ ശക്തമായ മറുപടിയുമായി ജാസ്മിനും ഗബ്രിയും രംഗത്ത് വരികയും നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത്. ബിഗ് ബോസ് ഹൗസിൽ നേരിട്ട വിമർശനങ്ങൾ പുറത്തിറങ്ങുമ്പോഴും ജാസ്മിൻ നേരിടേണ്ടി വരുമെന്നാണ് ഏവരും കരുതിയിരുന്നത്. എന്നാൽ പുറത്തിറങ്ങിയ
പുറത്തിറങ്ങിയ ശേഷം ജാസ്മിനും ഗബ്രിക്കുമുള്ള നെഗറ്റീവുകളെല്ലാം മാറുന്നതാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്ന് യൂട്യൂബുമായി സജീവമാണ് ജാസ്മിനും ഗബ്രിയും. പുറത്തിറങ്ങിയ ശേഷം ജാസ്മിന്റെ പിന്തുണയോടെ ഗബ്രിയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഗബ്രി യൂട്യൂബ് ചാനലുമായി സജീവമാണ്. അതേസമയം കഴിഞ്ഞ സീസണിന്റെ തുടക്കം മുതൽ ഇരുവരുടെയും പേരിലാണ് ഷോ അറിയപ്പെട്ടത്. സുഹൃത്തുക്കളായി നല്ലൊരു കോംബോ സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നു. എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തു. ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ. സാധാരണ വിന്നറാകുന്ന താരത്തിനാണ് ഏറ്റവും അധികം ജനപിന്തുണ ലഭിക്കാറുള്ളത്. എന്നാൽ സീസൺ 6 സോഷ്യൽ മീഡിയയിൽ താരങ്ങളായത് ജാസ്മിനും ഗബ്രിയുമായിരുന്നു. അടുത്തിടെയായിരുന്നു ജാസ്മിന്റെ പിറന്നാൾ ഗബ്രിക്കൊപ്പം ആഘോഷപൂർവ്വം നടന്നത്. ബിഗ് ബോസ് താരങ്ങളും അതിൽ പങ്കെടുത്തിരുന്നു. തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഗബ്രി എന്നാണ് പിറന്നാൾ ദിനത്തിൽ എല്ലാവരെയും സാക്ഷിയാക്കി ജാസ്മിൻ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.